അന്ന് നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കിയവരാണ്. അവരെക്കുറിച്ച് കൂടി പറഞ്ഞു പോകണമല്ലോ. പുത്തുമലയിലെ കൂട്ടക്കുഴിമാടങ്ങൾക്ക് അടിയിൽ ഇപ്പോഴും തിരിച്ചറിയാതെ കിടക്കുകയാണ് നിരവധി ആളുകൾ. DNA പരിശോധനാ ഫലം വൈകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉറ്റവർക്കുണ്ടാകുന്നു. സംസ്കരിച്ച 18 മൃതദേഹങ്ങൾ അത് ആരുടേതാണെന്ന് ഉറപ്പിച്ചിട്ടില്ല. 98 ശരീരഭാഗങ്ങൾ ആരുടേതാണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല. മരിച്ചുവെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ മരണ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നതാണ് ബാക്കിയായവർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി. സിനോജ് തോമസിലേക്ക് നമുക്കൊന്ന് പോകാം. സിനോജ് തോമസ്, ആ കൂട്ടക്കുഴിമാടങ്ങൾ പുത്തുമലയുടെ നെഞ്ചിലേറ്റ മുറിവായി ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അതിനു മുകളിൽ നമ്പർ എഴുതിയ വെളുത്ത പെയിന്റടിച്ച ആ കൽക്കഷണവുമുണ്ട്. അതിനപ്പുറം അത് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഈ 4 മാസങ്ങൾക്കിപ്പുറവും കഴിയാതെ പോകുമ്പോൾ വലയുകയല്ലേ ഉറ്റവർ? സുജയപാർവതി, 4 മാസവും 6 ദിവസവും ഇപ്പോഴും 47 പേർ എവിടെയാണ്? അവർ മണ്ണിനടിയിലാണോ, ദുരന്ത ഭൂമിയിലാണോ, അല്ലെങ്കിൽ ചാലിയാറിൻ്റെ മറവിലാണോ, അല്ലെങ്കിൽ ഈ പുത്തുമലയിലെ ഈ കുഴിമാടത്തിൻ്റെ അടിയിലാണോ? എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി ഇതുവരെ നമ്മുടെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഓഗസ്റ്റ് 3 മുതലാണ് DNA പരിശോധന കണ്ണൂരിലെ ലാബിൽ തുടങ്ങുന്നത്. 200-ലധികം ആളുകളെ DNA പരിശോധനയുടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെയധികം ശരീരഭാഗങ്ങൾ ലഭിച്ചതുകൊണ്ട് തന്നെ വലിയ ശ്രമകരമായ ജോലിയായിരുന്നു DNA ടെസ്റ്റ് എന്ന് പറയുന്നത്. വിലയേറിയ ടെസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുടെ സഹായം തേടി സാമ്പിളുകൾ കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറഞ്ഞതാണ് പൈസ വാങ്ങാതെ, ദുരന്തബാധിതരോട് പണം ഈടാക്കാതെ DNA ടെസ്റ്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പണം ലഭിക്കാത്തതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ടെസ്റ്റ് നടത്താതെ പോയി എന്ന് പറയുന്നു. അങ്ങനെ സർക്കാർ ഇടപെടുന്നു. 27 ലക്ഷത്തിൽ പരം രൂപ അങ്ങനെ അനുവദിക്കുന്നു. അങ്ങനെയാണ് ടെസ്റ്റ് പുനരാരംഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് 116-ലധികം സാമ്പിളുകളാണ് പരിശോധന പൂർത്തിയാകാതെ കിടക്കുന്നത്. അതായത് അഴുകിയ ജീർണിച്ച ശരീരഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് DNA ടെസ്റ്റ് ഫലം വൈകുന്നതെന്ന് പറയുന്നു. പക്ഷേ 47 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരുടെ ഉറ്റവരുണ്ട്. അവർക്കൊപ്പം കിടന്നുറങ്ങിയവരാണ്, അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങിയവരെയാണ് അന്ന് ജൂലൈ 30 രാത്രി കാണാതായത്. അവരുടെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. അവരുടെ ശരീരഭാഗങ്ങളാണോ ഈ ആളറിയാതെ മറവ് ചെയ്തിരിക്കുന്നത്? പേരും വിലാസവും ഇല്ലാതെ വേറെ നമ്പർ മാത്രം ഇട്ട് ഈ പുത്തുമലയിലെ ഈ പൊതു ശ്മശാനത്തിൽ മറവ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ അവരെ ഇനിയും കണ്ടെത്താനുണ്ടോ? ഈ ദുരന്തഭൂമിയിൽ എവിടെയെങ്കിലും അവർ മറിഞ്ഞു കിടപ്പുണ്ടോ? ചാലിയാറിലേക്ക് അവർ ഒഴുകിപ്പോയിട്ടുണ്ടോ? തുടങ്ങിയ ഒട്ടനേകം ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാനുണ്ട്. DNA പരിശോധനാ ഫലമാണ് വൈകുന്നത്. എന്തുകൊണ്ടാണ് ആ വൈകൽ? ആ ഒരു മറുപടിയാണ് കിട്ടേണ്ടത്. സാധാരണഗതിയിൽ ഫലം വരുന്നതിന് എടുക്കുന്നതിനേക്കാൾ കാലതാമസം എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്? അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. താങ്ക് യു, സിനോജ് തോമസ്.